MTN News, Malayalam Television Network. KPSTA മലപ്പുറം റവന്യൂ ജില്ലാ സമ്മേളനം ജനുവരി 9-10 തീയതികളിൽ വേങ്ങര KPSTA ഭവനിലും APH ഓഡിറ്റോറിയത്തിലുമായി നടക്കും. ജനുവരി 9 രാവിലെ 10 മണിക്ക് KPSTA ഭവനിൽ ജില്ലാ പ്രസിഡന്റ് MP മുഹമ്മദ് പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. തുടർന്ന് നടക്കുന്ന കൌൺസിൽ മീറ്റ് DCC പ്രസിഡന്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്യും. 10 ശനിയാഴ്ച രാവിലെ 9:30 പ്രതിനിധി രജിസ്ട്രേഷൻ നടക്കും. തുടർന്ന് 1500-ലധികം അധ്യാപകർ അണിനിരക്കുന്ന പ്രകടനം വേങ്ങര ടൗണിൽ നടക്കും. പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLAയും വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം ആര്യാടൻ ഷൗക്കത്തും ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ അധ്യാപക പക്ഷ നിലപാടുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രബലമായ അധ്യാപക സംഘടനയാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ. KPSTയുടെ 10ാമത് മലപ്പുറം റവന്യൂ ജില്ലാ സമ്മേളനം ഈ വരുന്ന 9-10 തീയതികളിൽ വേങ്ങരയിൽ വെച്ച് നടക്കുകയാണ്. നമുക്കറിയാം, അധ്യാപക മേഖലയിൽ കേരള സർക്കാരുകൾ ഒട്ടേറെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഉത്തരവുകളും തീരുമാനങ്ങളും അധ്യാപക സമൂഹത്തെ ഒന്നാകെ ഭീതിയിലാഴ്ത്തിയ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം ഒരു ശക്തി തെളിയിക്കുന്ന സമ്മേളനമാക്കി മാറ്റാനും മലപ്പുറം ജില്ലയിലെ 2000-ലധികം വരുന്ന അധ്യാപകരെയും അധ്യാപികമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അധ്യാപക പ്രകടനം ഉൾപ്പെടെ നടത്താനുള്ള തീരുമാനവുമായിട്ടാണ് സംഘാടക സമിതി മുന്നോട്ട് പോകുന്നത്. 9-ാം തീയതി പ്രതിനിധി സമ്മേളനമാണ്. അന്ന് പഴയ കൗൺസിലും ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും ഭാവി പ്രവർത്തനങ്ങളുടെ രൂപപ്പെടുത്തലുമാണ് 9-ാം തീയതി നടക്കുന്നത്. ആ കൗൺസിൽ മീറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് VS ജോയ് അവർകളാണ്. 10-ാം തീയതി അധ്യാപക പ്രകടനം 10 മണിക്ക് അധ്യാപക പ്രകടനം ആരംഭിച്ച് 10:30 സമ്മേളന സ്ഥലമായ APH ഹാളിൽ എത്തിച്ചേരുകയും അതിൻ്റെ ഉദ്ഘാടനം ഏറ്റവും പ്രിയങ്കരനായ കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ KPCC പ്രസിഡന്റ്, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ രമേശ് ചെന്നിത്തല MLA അവർകൾ നിർവഹിക്കുന്നു. തദവസരത്തിൽ ശ്രീ PT അജയ് മോഹൻ ഉൾപ്പെടെയുള്ള ശ്രീ AP അനിൽകുമാർ MLA, ശ്രീ ആര്യാടൻ ഷൗക്കത്ത് MLA തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രമുഖരായ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനവും പ്രതിനിധി സമ്മേളനവും സമാപന സമ്മേളനം ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകളുമായിട്ടാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനത്തിന് വിപുലമായ സ്വാഗതസംഘം രൂപീകരിച്ച് പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. സ്വാഗതസംഘത്തിൻ്റെ ചെയർമാൻ ശ്രീ KPCCയുടെ മെമ്പർ, വേങ്ങരയിലെ കോൺഗ്രസ് തറവാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട കാരണവർ ശ്രീ PA ചെറിയാക്ക അവർകൾ ആണ്. അതുപോലെ തന്നെ ഒട്ടേറെ സംഘടനാ നേതാക്കന്മാരുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ MP മുഹമ്മദ്, ജില്ലാ സെക്രട്ടറി ശ്രീ സുഭാഷ്, അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ജോസഫ്, ഇവരുടെയൊക്കെ ശ്രമഫലമായി ഈ സമ്മേളന വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഈ അവസരത്തിൽ വേങ്ങരയിലെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും മുഴുവൻ അധ്യാപക സമൂഹത്തിൻ്റെയും പിന്തുണയും സഹകരണവും പങ്കാളിത്തവും ഈ സമ്മേളനത്തിനുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വേങ്ങരയിൽ വെച്ച് നടക്കുന്ന ഈ സമ്മേളനം വമ്പിച്ച വിജയമാക്കേണ്ടത് വേങ്ങരയിലെ കോൺഗ്രസിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനവുമായി ഇവിടുത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും അതുപോലുള്ള സർവീസ് സംഘടനകളും ഒക്കെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഏതായാലും മുൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന, അധ്യാപക നേതാക്കളും പങ്കെടുക്കുന്ന ഈ സമ്മേളനം വിജയമാക്കുവാൻ വേണ്ടി ഇവിടുത്തെ കോൺഗ്രസ് അനുകൂല സംഘടനകൾ മുഴുവൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അത് വലിയ വിജയമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.
വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ PH ചെറി, സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൽ മജീദ്, ജില്ലാ പ്രസിഡന്റ് MP മുഹമ്മദ്, സെക്രട്ടറി K സുഭാഷ്, PM ജോസഫ് എന്നിവർ പങ്കെടുത്തു. MTA ന്യൂസ് വേങ്ങര. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.